ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്. നമ്മൾ പീരീഡ് സമയത്ത് നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ് ആണോ, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പീരീഡ്സ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സുകൾ, പീരീഡ്സ് ടൈമിൽ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്ന് ആദ്യം തന്നെ നോക്കാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഡ്രോബാക്സും കാര്യങ്ങളും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ഇപ്പൊ നമുക്ക് പീരീഡ്സ് ആവുന്നത് നമുക്ക് ആദ്യത്തെ ഒരു നമുക്ക് 2 ദിവസം 3 ദിവസമായിരിക്കും നമുക്ക് ഹെവി ഫ്ലോ ഉണ്ടാവുക. പിന്നെ നമുക്ക് സാധാരണയായിട്ട് സ്ലോ ഡൗൺ ആയിട്ട് വരും. അപ്പൊ ആദ്യത്തെ ഒരു ടൈമിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു PMS ഉള്ളവർക്കൊക്കെ അറിയാം, PMS സിംറ്റംസ് ഉള്ളവർക്കൊക്കെ അറിയാം, ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാവും. ഈ ഒരു പീരീഡ്സിന് മുന്നേ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലവർക്ക് ഭയങ്കര വയറുവേദന, പുറം വേദന, തലവേദന, ഇങ്ങനത്തെ വേദനകളൊക്കെ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ സെക്സ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഈ ഒരു നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന വയറുവേദന, ക്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു ക്രാംസ് ഒക്കെ നന്നായിട്ട് കുറയുന്ന ഇതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു ലൈനിങ്ങിൽ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് ആ ഒരു യൂട്രസിന്റെ ലൈനിങ്ങിൽ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രാമ്പിങ് പോലത്തെ പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഗാസം ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആ ഒരു പെയിൻ ഇതിലായാലും നമുക്ക് കോൺട്രാക്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെയിൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റിന്റെ കാര്യം പറയുമ്പോൾ കേട്ടോ, ഇതിന്റെ ഡ്രോബാക്സും ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തലവേദന, എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനകൾ, നമുക്കിപ്പോൾ കാലുവേദനയോ പുറം വേദനയോ അങ്ങനെ തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വേദനകളൊക്കെ നമുക്ക് കുറേശ്ശെ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻഡ്രോഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ട്രിഗർ ചെയ്യും. അപ്പൊ അങ്ങനെ ഹോർമോൺ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൂഡ് ചേഞ്ചുകൾ ഉണ്ടാവും, നമുക്ക് കുറച്ചും കൂടി ഫീൽ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹോർമോൺ ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേദനകളൊക്കെ കുറവ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ട് ഗുഡായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പീരീഡ്സ് നിങ്ങൾക്ക് ലോങ് ആയിട്ട് ഒരു 7 ഡേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പീരീഡ് ഉണ്ടെങ്കിൽ ആ ഒരു പീരീഡ് നമുക്ക് ഷോർട്ടർ പീരീഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ദിവസമായിട്ട് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതകളും ഇങ്ങനെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മസിൽ കൺട്രാക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിൽ കൺട്രാക്ഷൻ നടക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ടും ആ ഒരു ടൈമിൽ കൂടുതലായിട്ടും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ഒരു പീരീഡ് നമുക്ക് ഷോർട്ടറായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു സെക്സ് ഡ്രൈവ് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമുക്ക് മെയിനായിട്ടും ഒരു ഓവുലേഷൻ ടൈമിലാണ് നമുക്ക് ഈ ഒരു സെക്സ് ഡ്രൈവ് ഈ നമുക്ക് ആ താല്പര്യങ്ങളൊക്കെ കൂടുക ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു പീരീഡ്സിന്റെ ടൈമിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് അതും ഒരു ബെനിഫിറ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഡിസഡ്വാൻറ്റേജസിലേക്ക് പോവാം. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു മെസ്സായിട്ട് നമുക്ക് തോന്നും. നമുക്ക് പാർട്ട്ണർക്കായാലും നമുക്കായാലും ഒരു എന്താ പറയുക, ഫുള്ളായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് നമ്മുടെ ബെഡിലാവോ ഡ്രസ്സിലാവോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് ഉണ്ട്. പിന്നെ അടുത്ത മെയിനായിട്ട് ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമുക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ ഈ ഒരു ടൈമിൽ നമുക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു നിങ്ങൾക്ക് കോണ്ടംസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് എന്തായാലും റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഇതിൽ ഏർപ്പെടാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ ഉള്ളിലോട്ട് കയറി പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാം.
ഇനി എല്ലാവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെയിനായിട്ടും നമുക്ക് ഒരു പീക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓവുലേഷൻ ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ടും പ്രഗ്നൻസിക്ക് സാധ്യതയുള്ള പീരീഡ്. പക്ഷേ നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആവില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ വളരെ ഷോർട്ടാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതകൾ ഈ ഒരു ടൈമിൽ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സ്പേം നമുക്ക് ലൈവായിട്ട് നമുക്ക് ഒരു 7 days വരെ നമുക്ക് ലൈവായിട്ട് സ്പേം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ടും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക്. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ ഇരിക്കണം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു 22 days സൈക്കിളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സേഫ്റ്റി മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി മെത്തേഡ്, പ്രൊട്ടക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏതൊരു ഇതിലും നമുക്ക് ഈ ഒരു ടൈമിൽ നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഈ ഒരു ടൈമിൽ നമുക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സേഫ്റ്റി മെത്തേഡ്, ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ സെക്സ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ട്ണറായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചെയ്യാൻ ഒരു താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരാളുടെ മാത്രം താല്പര്യമാണോ, അതോ 2 പേർക്കും ഇഷ്ടമുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ സംസാരിച്ച് ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഒരാൾക്കാണ് താല്പര്യം ഉണ്ടായെന്ന് വെച്ചാൽ മറ്റാളുടെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി 2 പേർക്കും കൺവിൻസിങ് ആണെന്ന് 2 പേരും കൺവിൻസിങ് ആണെങ്കിൽ മാത്രമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മുന്നോട്ട് പോവാം. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾ ഹെസിറ്റേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു റീസൺ കൂടി ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ്. ഇത് നമ്മൾ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്തിരിക്കണം. പിന്നെയുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു ഡാർക്ക് കളർ ടവലൊക്കെ നമ്മൾ ബെഡ്ഷീറ്റിൽ വിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പോൾ നമുക്ക് ബ്ലഡൊക്കെ ചിലപ്പോൾ ബെഡിലൊക്കെ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഈസി ആവാം. അതുപോലെ തന്നെ നമ്മൾ ഒരു വെറ്റ് വൈപ്പോ വെറ്റ് ക്ലോത്തോ അങ്ങനെ ഒരു ബെഡിൻ്റെ അടുത്ത് നമ്മൾ വെക്കുന്നതും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും പറഞ്ഞു കഴിഞ്ഞു, ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്